വാക്സിൻ എടുക്കാം, സുരക്ഷിതരാകാം. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം, കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയിൽ വെച്ച് നടത്തിയ പാനൽ ചർച്ച. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: വയനാട് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ ജെറിനെസ് ജെറോഡ്, മാനന്തവാടി മെഡിക്കൽ കോളേജിലെ മുൻ ശിശുരോഗ വിദഗ്ധനും IAP വയനാട് പ്രസിഡന്റുമായ ഡോക്ടർ ചന്ദ്രശേഖരൻ, കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ രാകേഷ്, മേപ്പാടി CHCയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അർജുൻ CM. ചർച്ചയുടെ രണ്ടാം ഭാഗം ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ അർജുൻ, നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ എന്തൊക്കെ വാക്സിനുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ ആശുപത്രികളിൽ ഇപ്പം കൊടുക്കുന്നത് 12 തരം അസുഖങ്ങൾക്കുള്ള വാക്സിനേഷനാണ്. അതായത് 6 ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും 6 വൈറൽ ഇൻഫെക്ഷൻസിനും എതിരെയുള്ള കുത്തിവയ്പ്പാണ് നമ്മുടെ ആശുപത്രികളിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അതിൽ കുട്ടി ജനിക്കുമ്പം നമ്മൾ ആദ്യത്തെ ദിവസം എടുക്കുന്ന ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻ മുതലാണ് തുടങ്ങുന്നത്. അത് അമ്മയിൽ നിന്ന് കുട്ടികളിലേക്ക് വരുന്ന ഹെപ്പറ്റൈറ്റിസ് B, അതായത് കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് B വൈറസ് മൂലമുള്ള മഞ്ഞപ്പിത്തം, അങ്ങനത്തെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ദിവസം നമ്മൾ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ കൊടുക്കുന്നത്. പിന്നെ ജനിച്ച ഉടനെ നൽകേണ്ട വാക്സിൻ ഒന്ന് ഓറൽ പോളിയോ വാക്സിനും BCG, അതായത് TBക്കെതിരെയായിട്ടുള്ള വാക്സിനേഷനാണ്. പിന്നെ നമ്മൾ 6 ആഴ്ചയിലാണ് അടുത്ത വാക്സിനേഷൻ വരുന്നത്, അതായത് 1.5 മാസം ആകുമ്പോൾ. 1.5 മാസം ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിനേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഓറൽ പോളിയോ വാക്സിൻ, പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നുണ്ട്, പോളിയോ അസുഖത്തിനെതിരെയുള്ള വാക്സിൻ. രണ്ടാമത് റോട്ടാ വൈറൽ വാക്സിൻ, അതും തുള്ളിമരുന്നായിട്ട് കൊടുക്കുന്ന വാക്സിനാണ്. അത് റോട്ടാ വൈറസ് മൂലമുണ്ടാക്കുന്ന വയറിളക്ക രോഗങ്ങൾ, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തെമ്പാടും കുട്ടികളിൽ ഏറ്റവും കൂടുതൽ വയറിളക്ക രോഗം ഉണ്ടാക്കുന്ന വൈറസിലൊന്നാണ് റോട്ടാ വൈറസ്. അപ്പോൾ അതിനെതിരെയുള്ള വാക്സിനാണ് നമ്മൾ 6 ആഴ്ച നൽകുന്നത്. പിന്നെ നൽകുന്ന വാക്സിൻ എന്താണെന്ന് വെച്ചാൽ ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ, അതും പോളിയോക്കെതിരെയുള്ള വാക്സിനാണ്, ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ. പിന്നെ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. ന്യൂമോകോക്കസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ നമ്മുടെ കുട്ടികളിൽ, അതായത് ന്യൂമോണിയ, ന്യൂമോകോക്കൽ മെനിഞ്ചൈറ്റിസ്, ന്യൂമോകോക്കൽ സെപ്സിസ് തുടങ്ങിയ ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അവയ്ക്കെതിരെയുള്ള പ്രതിരോധം എന്ന രീതിയിലാണ് ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ നമ്മൾ 6 ആഴ്ച മുതൽ കൊടുക്കുന്നത്. പിന്നെയുള്ളത് പെൻറ്റാവാലൻ വാക്സിൻ. പെൻറ്റാവാലൻ വാക്സിൻ എന്ന് പറഞ്ഞാൽ 5 അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിനേഷനാണ്. അതിലൊന്ന് ഡിഫ്തീരിയ, അതായത് ഈ തൊണ്ടമുള്ള, സാർ നേരത്തെ പറഞ്ഞ പോലത്തെ തൊണ്ടമുള്ള, പിന്നെ പെർട്ടൂസിസ്, വില്ലൻ ചുമ, പിന്നെ ടെറ്റനസ് എന്ന അസുഖത്തിനെതിരെയുള്ളത്, പിന്നെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ B മൂലമുണ്ടാക്കുന്ന അസുഖങ്ങൾ, പ്രധാനമായിട്ടും ന്യൂമോണിയ തുടങ്ങിയ അസുഖങ്ങൾ. പിന്നെ 5ാമതായിട്ട് ഹെപ്പറ്റൈറ്റിസ് B, നേരത്തെ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് B വൈറസ് മൂലം ഉണ്ടാക്കുന്ന മഞ്ഞപ്പിത്തം. അപ്പോൾ ഈ 5 രോഗപ്രശ്നങ്ങൾക്കെതിരെയുള്ള വാക്സിനേഷൻ ഒറ്റ കുത്തിവയ്പ്പ് എന്ന നിലയിലാണ് പെൻറ്റാവാലൻ വാക്സിൻ ഈ 6 ആഴ്ച നൽകുന്നത്. പിന്നീട് വരുന്നത് 10, അതായത് 2.5 മാസത്തെ കുത്തിവയ്പ്പാണ്. 2.5 മാസത്തെ കുത്തിവയ്പ്പിൽ ഈ പറഞ്ഞ പോലെ തന്നെ പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട്, റോട്ടാ വൈറൽ വാക്സിൻ കൊടുക്കുന്നുണ്ട്, രണ്ടും തുള്ളിമരുന്നായിട്ട് കൊടുക്കുന്നത്. 3ാമത് പെൻറ്റാവാലൻ വാക്സിൻ 10 ആഴ്ച അല്ലെങ്കിൽ 2.5 മാസം കൊടുക്കുന്നുണ്ട്. പിന്നെ 6 ആഴ്ചയിലെ 1.5 മാസത്തെ എല്ലാ കുത്തിവയ്പ്പും 3.5 മാസത്തിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കുട്ടികളുടെ ആദ്യത്തെ 3, അതായത് ജനിച്ചതിന് ശേഷമുള്ള 3 അവസരങ്ങളിൽ എടുക്കുന്ന കുത്തിവയ്പ്പ്: 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച. പിന്നീട് 9 മുതൽ 12 മാസം വരെയുള്ള സമയത്താണ് അടുത്ത കുത്തിവയ്പ്പ് എടുക്കുന്നത്. അതിൽ നമ്മൾ മീസിൽസ് റുബെല്ല വാക്സിനാണ് കൊടുക്കുന്നത്. മീസിൽസ് റുബെല്ല എന്ന് പറഞ്ഞാൽ മീസിൽസ് എന്ന് പറഞ്ഞ അസുഖത്തിനെതിരെയും റുബെല്ല എന്ന അസുഖത്തിനെതിരെയുള്ള ഒരു ഒറ്റ വാക്സിനാണ് മീസിൽസ് റുബെല്ല വാക്സിൻ, അല്ലെങ്കിൽ MR വാക്സിൻ. മീസിൽസ് എന്ന് പറഞ്ഞാൽ 5ാം പനി. പിന്നീട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസും ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസും കൊടുക്കുന്നുണ്ട്. പിന്നീട് 1.5 വയസ്സിലുള്ള കുത്തിവയ്പ്പാണ് വരുന്നത്. 1.5 വയസ്സിലാണെങ്കിൽ നമ്മൾ DPT വാക്സിനാണ് കൊടുക്കുന്നത്. DPT എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഈ 3 അസുഖങ്ങൾക്കെതിരെയുള്ള ഇഞ്ചക്റ്റബിൾ വാക്സിനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പോളിയോ വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസും കൊടുക്കുന്നുണ്ട്. പിന്നീട് 5 വയസ്സിലാണ് അടുത്ത വാക്സിനേഷൻ വരുന്നത്. 5 വയസ്സിൽ നമ്മൾ DPTൻ്റെ 2ാമത്തെ ബൂസ്റ്റർ ഡോസും കൊടുക്കുന്നുണ്ട്. അതുപോലെ പോളിയോ തുള്ളിമരുന്നിൻ്റെ 2ാമത്തെ ബൂസ്റ്റർ ഡോസും കൊടുക്കുന്നുണ്ട്. പിന്നെ 9 മാസം മുതൽ എല്ലാ 6 മാസവും 5 വയസ്സ് വരെ വൈറ്റമിൻ എന്റെ തുള്ളിമരുന്നും കുട്ടികളിൽ കൊടുക്കുന്നുണ്ട്. വൈറ്റമിൻ എ മൂലമുള്ള കാഴ്ച പ്രശ്നങ്ങളും അതിൻ്റെ ഡെഫിഷ്യൻസിയുള്ള പ്രോബ്ലംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് 10 വയസ്സിൽ ടെറ്റനസ് ഡിഫ്തീരിയ TD വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസാണ് കൊടുക്കുന്നത്. അത് ഓരോ 5 വർഷം കൂടുമ്പോൾ 10 വയസ്സിലും കൊടുക്കുന്നു, 15ാം വയസ്സിലും നമ്മൾ TD വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ലഭ്യമായിട്ടുള്ള, ഇപ്പം ഫ്രീ ആയിട്ട് ലഭ്യമായിട്ടുള്ള വാക്സിനുകൾ. അത് ഇന്ത്യ ഒട്ടാകെ എല്ലാ കുട്ടികൾക്കും ഇതേ ഷെഡ്യൂളിലാണ് സർക്കാർ സംവിധാനത്തിൽ കൊടുക്കുന്നത്. അടുത്തത് 5 വയസ്സിൽ ആണ് അടുത്ത വാക്സിൻ എടുക്കുന്നത്. 5 വയസ്സിൽ നമ്മൾ DPTൻ്റെ 2ാം ബൂസ്റ്റർ, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് കുത്തിവയ്പ്പിൻ്റെ 2ാമത്തെ ബൂസ്റ്ററാണ് കൊടുക്കുന്നത്. പിന്നീട് 10 വയസ്സിൽ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിനും അത് ഓരോ 5 വർഷം കൂടുമ്പോൾ കൊടുക്കുന്നതാണ്. 15ാം വയസ്സിലും ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഗർഭിണികൾ കൊടുക്കുന്ന വാക്സിനും നമ്മുടെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ വരുന്നുണ്ട്. ഗർഭിണിയിൽ 2 ഡോസ് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ TD വാക്സിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതും പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സർക്കാർ ആശുപത്രിയിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ കൈ തുരുമ്പിച്ച കമ്പിയോ മറ്റോ കൊണ്ട് മുറിഞ്ഞാൽ ഉടനെ TT ഇഞ്ചക്ഷൻ എടുക്കേണ്ടതുണ്ടോ? ഈ TT, അതായത് ടെറ്റനസ് ഇഞ്ചക്ഷനെ കുറിച്ച് പൊതുവേ നമ്മുടെ നാട്ടിലൊരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് മുറിവ് പറ്റിയാൽ
മുറിവ് പഴുക്കാതിരിക്കാനോ അല്ലെങ്കിൽ മുറിവ് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു വാക്സിനാണെന്നുള്ളൊരു പൊതുവേ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിലുണ്ട്. TT അതായത് ടെറ്റനസ് ടോക്സോയിഡ് അല്ലെങ്കിൽ TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ എടുക്കുന്നത് ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ഒരു പ്രത്യേക ബാക്ടീരിയ നമ്മുടെ മുറിവിൽ ഈ കണ്ടാമിനേറ്റഡ് വൂണ്ടിൽ മണ്ണിലൊക്കെ ഉള്ള ബാക്ടീരിയയാണ്. അത് നമ്മുടെ മുറിവിലൂടെ ശരീരത്തിൽ എത്തുകയും ടെറ്റനസ് എന്ന് പറഞ്ഞ ഒരു മാരക അസുഖം വരുത്തുന്നതാണ്. ഈ ടെറ്റനസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 25% മോർട്ടാലിറ്റി ഉള്ള ഒരു അസുഖമാണ്. അപ്പോൾ ആ ഒരു പ്രത്യേക അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെറ്റനസ് കണ്ടെയ്നിങ് വാക്സിൻ എടുക്കുന്നത്, TT അല്ലെങ്കിൽ TD വാക്സിൻ. നമ്മുടെ ഷെഡ്യൂൾ ഞാനിപ്പോൾ പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ ടെറ്റനസ് കണ്ടെയ്നിങ് വാക്സിൻ നമ്മൾ 6 ആഴ്ച മുതൽ എടുക്കുന്നുണ്ട്. ഈ പെൻറ്റാവലൻ വാക്സിനിൽ ടെറ്റനസ് കണ്ടെയ്നിങ് വാക്സിനാണ്. അത് 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച എടുക്കുന്നുണ്ട്. DPT എന്ന് പറഞ്ഞ വാക്സിനും ടെറ്റനസ് കണ്ടെയ്നിങ് വാക്സിനാണ്. അത് നമ്മൾ 1.5 വയസ്സിൽ കൊടുക്കുന്നുണ്ട്, 5 വയസ്സിലും കൊടുക്കുന്നുണ്ട്. പിന്നെ 10 വയസ്സിൽ TD വാക്സിൻ, ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ കൊടുക്കുന്നുണ്ട്, 15 വയസ്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഈ ഷെഡ്യൂൾ പ്രകാരം വാക്സിനേറ്റഡ് ആയിട്ട് കുട്ടിയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാൽ അതിന് പ്രത്യേകമായിട്ടൊരു TD വാക്സിനോ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഷെഡ്യൂൾ പ്രകാരം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയിൽ അതിനുള്ള പ്രതിരോധ ശേഷി ആൻറ്റിബോഡി എന്തായാലും ഉണ്ടാവും. അപ്പം അഡീഷണൽ ഡോസ് എടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി വാക്സിനേറ്റഡ് ആണ്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന കൃത്യമായി കുത്തിവയ്പ്പ് എടുക്കുന്ന പട്ടിയോ പൂച്ചയോ മാന്തിയാലോ കടിച്ചാലോ നമ്മൾ ഈ IDRV വാക്സിൻ എടുക്കേണ്ടതുണ്ടോ? അത് തീർച്ചയായിട്ടും വാക്സിൻ എടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മൃഗങ്ങളിൽ വാക്സിൻ എടുക്കുന്നുണ്ടെങ്കിലും ആ വാക്സിൻ കൊണ്ടുള്ള മൃഗങ്ങളിലെ പ്രതിരോധ ശേഷി, റാബീസിനെതിരെയുള്ള പ്രതിരോധ ശേഷി എത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് അളക്കാനൊരു സംവിധാനമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സേഫ്റ്റി എന്ന രീതിയിൽ എന്തായാലും വാക്സിൻ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ റാബീസ് വാക്സിൻ്റെ ഷെഡ്യൂൾ പ്രകാരം മൃഗങ്ങളിലെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നതേയില്ല. മുറിവിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള വാക്സിനേഷൻ ഷെഡ്യൂളാണുള്ളത്. അപ്പോൾ അത് പ്രകാരം നിർബന്ധമായിട്ടും എന്തെങ്കിലും അപകടം പറ്റിയാലോ, വളർത്തുനായോ അല്ല വളർത്തുപൂച്ചയോ കടിച്ചാലോ മാന്തിയാലോ തീർച്ചയായിട്ടും ആശുപത്രിയിൽ എത്തേണ്ടതാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ കടി കിട്ടിയാൽ മാന്ത് കിട്ടിയാലും 15 മിനിറ്റ് റണ്ണിങ് വാട്ടറിൽ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് അടുത്തുള്ള ആശുപത്രിയിൽ എത്തുക. അവിടെ എത്തിയതിന് ശേഷം മുറിവിൻ്റെ സ്വഭാവം അനുസരിച്ച് വാക്സിനേഷൻ എടുക്കണോ, വാക്സിനേഷൻ മാത്രം മതിയോ, അല്ലെങ്കിൽ വാക്സിനേഷൻ്റെ കൂടെ ആൻറ്റിബോഡിയും കൂടെ എടുക്കണോ എന്നുള്ള തീരുമാനം അവിടെ ഡോക്ടർ പറഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് അതെടുക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നതിന് നന്നാവാം. പിന്നെ ഒരു കാര്യം പറയാനുള്ള, റാബീസ് അസുഖം എന്ന് പറഞ്ഞാൽ ഏകദേശം 100% ഫേറ്റലായിട്ടുള്ള അസുഖമാണ്. അത് അസുഖം വന്നാൽ മിക്കവാറും എല്ലാവരും മരണപ്പെടുന്നുണ്ട്. അപ്പം അതിലൊരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് കഴിയുന്നതിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് 15 മിനിറ്റ് നന്നായി കഴിക്കുന്നതിന് ശേഷം ഉടനടി അടുത്തുള്ള ആശുപത്രിയിൽ ചെല്ലേണ്ടതാണ്. ചന്ദ്രശേഖർ സാർ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പം വരുന്ന കുട്ടികൾ, ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡെലിവറി ആയ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിനായിരിക്കും ആദ്യത്തെ 6 ആഴ്ചൻ്റെ കുത്തിവയ്പ്പ് എടുത്തിട്ടുണ്ടാവുക. അല്ലാതെ തന്നെ ഇപ്പോൾ വിദേശത്ത് വരുന്ന ആൾക്കാരുണ്ട്, പ്രൈവറ്റായിട്ട് വാക്സിൻ എടുത്ത് മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് നമ്മുടെ സർക്കാർ സംവിധാനത്തിലുള്ള വാക്സിൻ കൊടുക്കാൻ പറ്റുമോ? എന്താണ് ആ സംശയത്തിന് നമ്മൾ എന്താ പറയാൻ? സ്വകാര്യ ആശുപത്രിയിൽ വാക്സിൻ ആണെങ്കിലും അത് സർക്കാർ ആശുപത്രിയിൽ തുടരുന്നതിന് യാതൊരു തടസ്സമില്ല. കാരണം മിക്കവാറും എല്ലാ വാക്സിനുകളും അവിടെയും ലഭ്യമാണ്. പക്ഷേ കുത്തിവയ്പ്പിൻ്റെ കടലാസുകൾ കൊണ്ടുപോകണം, എന്നാലേ നമുക്ക് അവർക്ക് അറിയാൻ പറ്റുള്ളൂ ഏതൊക്കെ വാക്സിൻ എടുക്കേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കുത്തിവയ്പ്പ് തുടങ്ങിയാലും അതിൻ്റെ തുടർച്ച സർക്കാർ ആശുപത്രിയിൽ ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. കാരണം മിക്കവാറും എല്ലാ വാക്സിനുകളും, പ്രൈവറ്റ് ആശുപത്രികളിലെ വാക്സിനുകൾ മിക്കവാറും എല്ലാം സർക്കാർ ആശുപത്രിയിലുണ്ട്. നിങ്ങൾ കുത്തിവയ്പ്പിൻ്റെ കാർഡ് കൊണ്ടുപോകണം, എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ എത്രയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ചില വാക്സിനുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് MMR, അത് സർക്കാർ ആശുപത്രികളിലില്ല. അത്തരം ചില വാക്സിനുകൾ ഒഴികെ മിക്കവാറും എല്ലാ വാക്സിനുകളും സർക്കാർ ആശുപത്രിയിലുണ്ട്. ഇതുകൂടാതെ ഓപ്ഷണൽ വാക്സിൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചിക്കൻ പോക്സിൻ്റെ വാക്സിൻ, അത്തരം വാക്സിനുകൾ സർക്കാർ ആശുപത്രിയിലില്ല. പക്ഷേ ബാക്കിയുള്ള റുട്ടീനായിട്ടുള്ള എല്ലാ വാക്സിനുകളും സർക്കാർ ആശുപത്രിയിൽ ലഭ്യമാണ്. സാർ, ഇപ്പോൾ ഓപ്ഷണൽ വാക്സിൻസിനെ പറ്റി പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വാക്സിനെ കൂടാതെ കുട്ടികൾക്ക് എടുക്കേണ്ട മറ്റ് വാക്സിൻസിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? മുമ്പ് പറഞ്ഞ പോലെ സ്വകാര്യ ആശുപത്രികളിലെ മിക്കവാറും വാക്സിനുകൾ, അത്യാവശ്യമുള്ള വാക്സിനുകളെല്ലാം സർക്കാർ ആശുപത്രിയിൽ ലഭ്യമാണ്. പക്ഷേ അല്ലാതെ എടുത്താൽ നല്ലത് എന്ന് തുടങ്ങിയ അതാണ് ഓപ്ഷൻ. നമുക്ക് ഓപ്ഷനാണ്, ഓപ്ഷണൽ വാക്സിനുകളുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ചിക്കൻ പോക്സിനെതിരെയുള്ള വാക്സിൻ. അതുപോലെ MMRൽ നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ MR വാക്സിനുള്ളത്, അതായത് മീസിൽസിനും മഞ്ചാമനിക്കും റുബല്ലയ്ക്കും എതിരെയുള്ള വാക്സിനാണ് സർക്കാർ ആശുപത്രിയിലുള്ളത്. MMRൽ അതുകൂടാതെ ഒരു മംസ്, അതായത് മുണ്ടിനീരിനുള്ള വാക്സിൻ കൂടി ലഭ്യമാണ്. അപ്പോൾ MMR വാക്സിൻ സ്വകാര്യ ആശുപത്രിയിൽ ലഭ്യമാണ്. അതുപോലെ ഇൻഫ്ലുവൻസയ്ക്കെതിരെയുള്ള വാക്സിൻ, ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞെങ്കിൽ ഒരു പടർന്നു പിടിക്കുന്ന ഫ്ലൂ എന്ന് പറയാറില്ലേ, അതിനെതിരെയുള്ള വാക്സിൻ അത് ലഭ്യമാണ്, പുറത്ത് ലഭ്യമാണ്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് A, നമ്മൾ സാധാരണഗതി കാണുന്ന മഞ്ഞപ്പിത്തം, അതായത് പടർന്നു പിടിക്കുന്ന, നമ്മുടെ വേനൽക്കാലത്തൊക്കെ പടർന്നു പിടിക്കുന്ന ആ മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് A, അതിനെതിരെയുള്ള വാക്സിനും പുറത്ത് ലഭ്യമാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഓപ്ഷണൽ വാക്സിനുകൾ. അതായത് കുട്ടി ഇപ്പം
ഇപ്പോൾ കുട്ടി ഒരു ഡോസ് വാക്സിൻ എടുക്കാൻ വൈകിപ്പോയി, അല്ലെങ്കിൽ വാക്സിൻ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ ആദ്യം മുതൽ വാക്സിൻ എടുക്കണോ, അല്ലെങ്കിൽ അതിനെന്താ ചെയ്യാൻ പറ്റും? നമുക്ക് നിർദ്ദിഷ്ട സമയത്ത് തന്നെ വാക്സിൻ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണേഷൻ ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കാരണം ഈ പ്രായത്തിൽ ഈ വാക്സിൻ എടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ആ സമയം തൊട്ട് ആ കുട്ടിക്ക് ആ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ആ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയത്തോളം ആ വാക്സിൻ എടുക്കുന്നില്ലേ അത്രയും കാലം ആ കുട്ടിക്ക് റിസ്ക് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വാക്സിൻ എടുക്കാൻ നോക്കുക. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ കുട്ടി അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡോ അങ്ങനെ വല്ലതും ആണെങ്കിൽ മാത്രം നമുക്ക് ബാക്കിയുള്ള വാക്സിൻസ് ആദ്യം തൊട്ട് തന്നെയുള്ള ഷെഡ്യൂൾ തുടങ്ങണ്ട, ബാക്കിയുള്ള ഷെഡ്യൂൾ ഫോളോ ചെയ്താൽ മതിയാവും. നമ്മൾ കുത്തിവയ്പ്പ് കാർഡ് സൂക്ഷിക്കണം എന്ന് പറയാറുണ്ടല്ലോ, എന്താണ് എൻ്റെ പ്രാധാന്യം? കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് പോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡോക്യുമെൻ്റാണ് ഈ കുത്തിവയ്പ്പ് കാർഡ്. നമ്മൾ ആധാർ കാർഡ് പോലെയും ഇലക്ഷൻ കാർഡ് പോലെയും അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാർഡാണത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇല്ലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ സ്കൂളിൽ ചേർക്കുന്നതിനും മറ്റ് യാത്രകൾക്കൊക്കെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റാണ്. അപ്പോൾ നമ്മൾ അത് സുരക്ഷിതമായി തന്നെ എടുത്തു വെക്കേണ്ടതാണ്. ഇപ്പോഴത്തെ കാലങ്ങളിൽ നമുക്ക് മൊബൈലിൽ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഹോസ്പിറ്റലിൽ ഇതെല്ലാം രജിസ്റ്ററിൽ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാലും പേടിക്കണ്ട, നമുക്ക് ആ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഹെൽത്ത് ഇമ്മ്യൂണൈസേഷൻ കാർഡിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. അതുമാത്രമല്ല നമുക്കിപ്പോൾ യുവിൻ ആപ്പ് ഉണ്ട്. അപ്പം നമ്മൾ കുത്തിവയ്പ്പ് എടുക്കുന്ന എല്ലാ കുട്ടികളുടെ ഡീറ്റെയിൽസ്, ഏത് കുത്തിവയ്പ്പാണ്, പ്രായം എല്ലാം അതിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഡീറ്റെയിൽസ് എടുക്കാവുന്നതേ ഉള്ളൂ. രാജേഷ് ഡോക്ടർ പറഞ്ഞതിൽ ഒരു കൂട്ടിച്ചേർക്കലുള്ളത്, നമുക്കിപ്പോൾ ഒരു പണ്ടുള്ള കാലത്താണ് നമ്മൾ ഈ ഒരു ബുക്ക് കീപ്പ് ചെയ്യുന്ന ആ ഒരു പ്രവണത ഉള്ളത്. എന്നാൽ ഇപ്പം നമ്മുടെ കോവിൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, കോവിഡ് വാക്സിനേഷൻ കഴിഞ്ഞാൽ നമുക്ക് കോവിൻ സർട്ടിഫിക്കറ്റ് അതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് കോവിഡ് വാക്സിനേഷന് ശേഷം നമുക്ക് യുവിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ പോർട്ടലുണ്ട്. അപ്പം നമ്മൾ ഓരോ കുട്ടിക്കും ജനിക്കുന്നത് മുതലുള്ള വാക്സിൻ നമ്മൾ യുവിൻ പോർട്ടലിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തന്നെ, ഓരോ തവണ കുട്ടിക്ക് വാക്സിൻ എടുക്കാൻ പോകുമ്പോഴും ഒരേ അല്ലെങ്കിൽ അതായത് ഒരു അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ആധാർ നമ്പർ വെച്ചിട്ടായിരിക്കും അതിൽ ലിങ്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഒരാളുടെ തന്നെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ എല്ലാ വാക്സിനേഷനും നമുക്ക് യുവിൻ പോർട്ടലിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് അത് പാരൻ്റ് എന്ന നിലയ്ക്ക് എനിക്ക് തന്നെ വേണമെങ്കിൽ എൻ്റെ കുട്ടിയുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഏത് പോയിന്റിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് വാക്സിനേഷന് പോകുമ്പോൾ നിർബന്ധമായിട്ടും നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ആ ഒരു ആധാർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ കൂടെ കൊണ്ടുപോകുന്നത് യുവിൻ രജിസ്ട്രേഷന് കൂടുതൽ സഹായമായിരിക്കും. പക്ഷേ അതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ മാതാപിതാക്കളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വാക്സിൻ എടുത്താൽ പനി വരും. ഇനി മറ്റ് ചില ആൾക്കാർക്കൊരു പ്രശ്നമുള്ളത്, പനി വന്നില്ല എങ്കിൽ അത് വാക്സിൻ കറക്റ്റ് ആയിട്ടില്ല എന്നുള്ള ധാരണകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുത്തിവയ്പ്പ് എടുക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന തടിപ്പ് മാറ്റാൻ ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? സാർ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ വാക്സിൻ്റെത് രോഗപ്രതിരോധ ശേഷി, നമ്മുടെ പ്രതിരോധ ശേഷിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പനി വരുന്നത് ആ കുഞ്ഞിൻ്റെ പ്രതിരോധ ശേഷി കാരണമാണ്. അപ്പോൾ വാക്സിൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഈ പനി വരണമെന്നില്ല, കാരണം ആ കുട്ടിയുടെ പ്രതിരോധ ശേഷി അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ പനി വന്നില്ലെങ്കിൽ വാക്സിൻ എടുത്തുകൊണ്ട് കാര്യമുണ്ടോ, വാക്സിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലേ എന്ന് സംശയം ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് നമ്മൾ നോക്കണ്ട, പനി വന്നാലും വന്നില്ലെങ്കിലും ആ വാക്സിൻ്റെ എഫക്റ്റ് ആ കുട്ടിക്ക് എന്തായാലും ലഭിക്കുന്നതാണ്. പിന്നെ ഒന്ന് കാണുന്നതാണ് നമ്മൾ പ്രത്യേകിച്ച് പെൻഡാവാലൻ്റ്, കുറച്ചും കൂടി കഴിഞ്ഞാൽ DPT ബൂസ്റ്റർ വയ്ക്കുമ്പോൾ ആ ഭാഗത്ത് കുറച്ച് തടിച്ച് പൊന്തുക, വേദന അതൊക്കെ ഉണ്ടാകും. അപ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ കരച്ചിലൊക്കെ കൂടുതലായി കാണാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐസ് ക്യൂബ് തുണിയിൽ പൊതിഞ്ഞിട്ട് ആ ഭാഗത്ത് വയ്ക്കുക, അമർത്തുക, പിടിക്കുക, ഒഴിയേണ്ട ആവശ്യമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞ അളവിലുള്ള പാരസെറ്റമോൾ നമ്മൾ കൃത്യസമയത്ത് കൊടുക്കുക. ശ്രോതാക്കൾ കേട്ടത് വാക്സിൻ എടുക്കാം, സുരക്ഷിതരാകാം. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം, കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയിൽ വെച്ച് നടത്തിയ പാനൽ ചർച്ച. ചർച്ചയിൽ പങ്കെടുത്തവർ: വയനാട് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ ജെറിൻ എസ് ജെറോഡ്, മാനന്തവാടി മെഡിക്കൽ കോളേജിലെ മുൻ ശിശുരോഗ വിദഗ്ധനും IAP വയനാട് പ്രസിഡന്റുമായ ഡോക്ടർ ചന്ദ്രശേഖരൻ, കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ രാകേഷ്, മേപ്പാടി CHCയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അർജുൻ CM. രണ്ടാം ഭാഗമാണ് ശ്രോതാക്കൾ കേട്ടത്. അവസാന ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം. വാക്സിൻ എടുക്കാം, സുരക്ഷിതരാകാം.